ഈ ഹജ്ജിൻ്റെ സമയം നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ ഹജ്ജിൻ്റെ ഓർമ്മകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ഓരോ ഹാജിമാർ, ഓരോ മനുഷ്യന്മാർ ഹജ്ജിൻ്റെ യാത്രയപ്പിന് വേണ്ടി നമ്മെ വീടുകളിലേക്ക് ക്ഷണിക്കുമ്പോൾ, അങ്ങനെയുള്ള പരിപാടികളിലെല്ലാം നമ്മൾ പങ്കെടുക്കുമ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലാഹു തആല എന്തിനാണ് ഈ ഉണർത്തലുകൾ വെച്ചിട്ടുള്ളത്? ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ, ഒരു മുസ്ലിമിന് ഏറ്റവും ആവശ്യമായ സംഗതിയാണല്ലോ തവക്കുൽ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം, ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് അത് തവക്കുലാണ്. തവക്കുൽ എന്ന് വെച്ചാൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. വെറും വിശ്വാസമല്ല, അള്ളാഹുവിൽ ഏറ്റവും ഉറപ്പുള്ളൊരു വിശ്വാസമാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഹജ്ജ് വേള കടന്നു പോകുമ്പോൾ ഓരോ മുഅ്മിനിൻ്റെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്നൊരു ചരിത്രമുണ്ട്. മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവിടുത്തെ പ്രിയതമൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ പിഞ്ചോമന മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം. ഓരോ ഹജ്ജ് കാലം കഴിഞ്ഞു പോകുമ്പോഴും നാം ആ സ്മരണകളിലൂടെ നീന്തി തുടിക്കുകയാണ്. ഓരോ ഹജ്ജ് കാലം കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സകങ്ങളിലേക്ക്, നമ്മുടെ കാതുകളിലേക്ക് കടന്നു വരുന്ന ആ ചരിത്രത്തിൻ്റെ സ്മരണകൾ വെറുതെ പറഞ്ഞു പോകാനുള്ളതല്ല, വെറുതെ വായിച്ചു പോകാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടേണ്ടുന്ന, നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകേണ്ടുന്നൊരു ചരിത്രമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ലോകം എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം, അന്ത്യനാൾ വരെ ഈ ചരിത്രം ലോകാവസാനം വരെ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരിക്കും. അത് ഒരു വിശ്വാസിയുടെ തവക്കുൽ ഉറപ്പിക്കാനുള്ള ചരിത്രമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്ന് ഹിജാസിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ, ഹിജാസിൻ്റെ മണ്ണിൽ അതാ ഒരു മരുഭൂമിയിൽ ഇന്ന് കഅബ നിൽക്കുന്ന സ്ഥാനത്ത് വെറും ഒരു മൺകൂന മാത്രമാണ്. അവിടെ വെള്ളമില്ല, അവിടെ പച്ചപ്പില്ല, അവിടെ ഒരു പുൽത്തകിടുമില്ലാത്ത ആ മണലാരണ്യത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്നും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കടന്നു വരുമ്പോൾ, അല്ലാഹു തആല നിർദ്ദേശിച്ചത് പ്രകാരം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ന് കാണുന്ന അമ്പരചുംബികളായ കൊട്ടാര സമാനമായ കോട്ടകുത്തകങ്ങൾ അന്ന് അവിടെയില്ല. വെറും മണലുകൾ മാത്രമാണ്. വെറും മണൽ തിട്ടകളും മണൽ പരപ്പുകളും നിറഞ്ഞു കിടക്കുന്ന ഒരു മരുഭൂമിയിലേക്കാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് മക്കയുടെ വളർച്ച. അവിടെ നിന്ന് ആരംഭിച്ചതാണ് ഇന്ന് നാം കാണുന്ന മക്കയുടെ വളർച്ച എന്ന് പറയുന്നത്. പറഞ്ഞു വരാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയതമയായ പത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ മുലകുടി മാറാത്ത പിഞ്ചോമന മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി അതാ ആ മണലാരണ്യത്തിൽ ഇട്ടുകൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് ആക്കിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിരിഞ്ഞു പോവുകയാണ്. അവിടെ ഏൽപ്പിച്ചിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അതാ മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബു വതത്റുകുനാ ബിഹാദൽ വാദി. ഈ മലഞ്ചരിവിൽ, ഈ മലയിടുക്കിൽ ഇബ്രാഹിം നബിയെ അങ്ങ് ഞങ്ങളെയും വെറുതെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയാണോ? അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ശൈഅ. ഈ കാണുന്ന മരുഭൂമിയിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെയും കാണാനില്ല. ഈ കാണുന്ന മരുഭൂമിയിൽ യാതൊരു വസ്തുവും ഇല്ല. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനവും ഇല്ല. ഇവിടെ കുടിക്കാൻ പാകത്തിന് യാതൊരു വെള്ളവും ഇല്ല. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞങ്ങളെ ആക്കിയിട്ട് ഇബ്രാഹിം നബിയെ അങ്ങ് തിരിച്ചു നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും മിണ്ടുന്നില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുൻപോട്ട് നടക്കുകയാണ്.
പിറകെ ഓടി വന്നുകൊണ്ട് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബു വ തത്റുകുനാ ബിഹാദൽ വാദി. ഈ മലയിടുക്കിൽ, ഈ മലഞ്ചെരുവിൽ ഞങ്ങളെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇട്ടുകൊണ്ട് അങ്ങ് തിരിഞ്ഞു നടക്കുകയാണോ ഇബ്രാഹിം നബിയെ? പലവട്ടം ആവർത്തിച്ച് ഈ ചോദ്യം ചോദിച്ചപ്പോ മഹദിയായ ഹാജറ ബീവി അവസാനമായിട്ട് ചോദിക്കുന്നുണ്ട്, ആ അല്ലാഹു അമറക ബിഹാദായ ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ, ഇങ്ങനെ ഈ ഒരു ഉപേക്ഷിച്ചു പോക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ എന്ന്. അപ്പോൾ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മഹദിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, നഅം യാ ഹാജറ, ഓ ഹാജറ, അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളെ ഇങ്ങനെ ഒരു വിജനമായ പ്രദേശത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, ഈ കാണുന്ന മൺകൂനയുടെ അടുക്കൽ ഉപേക്ഷിച്ചുകൊണ്ട് നടന്നു പോകാൻ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സന്തോഷത്തോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന പരിഭ്രാന്തി എല്ലാം മാറി വളരെ ഉത്സാഹത്തോടുകൂടി മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, ഇതല്ലാ യുളയ്യിറുന. ഈ ഒരു വാക്ക് ഇത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകണം. ഈ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടേണ്ടുന്ന വാക്കാണ്. ഇതല്ലാ യുളയ്യിറുന, എങ്കിൽ അല്ലാഹു തആല ഞങ്ങളെ ഒരിക്കലും കൈവിടില്ല. ഈ മണൽപ്പരപ്പിൽ യാതൊരു വെള്ളവുമില്ല, ഈ മണൽപ്പരപ്പിൽ ഒരു പുൽത്തകിടുമില്ല, ഒരു മരവുമില്ല. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഉപേക്ഷിച്ചു പോകുന്നതെങ്കിൽ ഒരിക്കലും അല്ലാഹു തആല ഞങ്ങളെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം മഹദിയായ ഹാജറ ബീവിയുടെ മനസ്സിൽ വരികയാണ്. അവിടെ നിന്ന് മഹദിയായ ഹാജറ ബീവി അവിടെ ഒരു വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോകാൻ അനുവദിച്ചപ്പോൾ ആരുമില്ലാത്ത ഏകാന്തമായ ആ മണൽപ്പരപ്പിൽ മഹദിയായ ഹാജറ ബീവിയുടെ കയ്യിൽ മുലകുടി മാറാത്ത ചെറിയൊരു കുഞ്ഞുമോനുണ്ട്. കുറച്ച് വെള്ളം കയ്യിലുണ്ട്. ഇബ്രാഹിം നബി കൊടുത്തേൽപ്പിച്ച കുറച്ച് ഈത്തപ്പഴങ്ങളുമുണ്ട്, കാരക്കയുമുണ്ട്. ആ ഉണങ്ങിയ കാരക്കയും കുറച്ച് വെള്ളവും കുടിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ നിരാശപ്പെട്ടു പോവുകയാണ്. കാരണം കയ്യിലുള്ള വെള്ളം തീർന്നുപോയി, കയ്യിലുള്ള കാരക്ക കഴിഞ്ഞുപോയി. ഇനി എന്തു ചെയ്യും? തൻ്റെ മകൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞിട്ട് ഈ പൊരി വെയിലത്ത് കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ഓടുന്നുണ്ട്. ഈ മലഞ്ചെരുവിൽ കാണുന്ന അപ്പുറവും ഇപ്പുറവും കാണുന്ന സഫ മർവ എന്ന് പറയുന്ന മലകൾക്കിടയിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ഏതെങ്കിലും ഒട്ടക സംഘങ്ങൾ, ഏതെങ്കിലും ആളുകൾ, മനുഷ്യന്മാർ, ഒട്ടക കൂട്ടങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ടോ? ഒരു തുള്ളി വെള്ളം കിട്ടാൻ തൻ്റെ മകൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ കിടന്നിട്ട് കാലിട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം തൻ്റെ മകന് കൊടുക്കാൻ വേണ്ടി മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ സഫായുടെയും മർവായുടെയും മലകൾക്കിടയിൽ കിടന്ന് ഓടുമ്പോൾ അവിടെ 7 വട്ടമാണ് മഹദി ഓടിയത്. 7ാമത്തെ വട്ടം മർവായുടെ മുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞുമകനായ തൻ്റെ മുലകുടി പ്രായം മാറാത്ത ചെറിയ മകൻ അവിടെ കിടന്ന് കാലിട്ടടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലിൻ്റെ അടുക്കൽ വന്നിട്ട് അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലുകൊണ്ട് ഒരു ചെറിയ കുഴി ഒഴിക്കുകയാണ്. ആ കുഴി ഒഴിക്കുന്ന കാഴ്ച മർവാ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കാണുമ്പോൾ ഓടി തൻ്റെ മകൻ്റെ അടുക്കലേക്ക് ഓടിപ്പാഞ്ഞു വരികയാണ്. അങ്ങനെ വന്നു നോക്കുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഈ കുഞ്ഞുമകൻ കാലിട്ടടിച്ച ആ ഭാഗത്ത് വല്ലാത്തൊരു ഉറവ പൊട്ടി വരികയാണ്.
ആ ഉറവ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാ. ആവശ്യത്തിന് വെള്ളം കുടിച്ചു, ആവശ്യത്തിന് കുളിച്ചു, ആവശ്യത്തിനെല്ലാം ഉപയോഗിച്ചിട്ടും ആ വെള്ളം നിലയ്ക്കുന്നില്ല. അങ്ങനെ നിലയ്ക്കാത്ത ആ പ്രവാഹത്തെ നോക്കിയിട്ട് മഹദിയായ ഹാജറ ബീവി പറഞ്ഞു, സംസം ഒന്ന് അടങ്ങ് വെള്ളമേ. അങ്ങനെയാണ് സംസം വെള്ളത്തിൻ്റെ ഉത്ഭവം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചരിത്രം ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ, ഒന്നുമില്ല, തൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു വെള്ളം കുപ്പിയും ഒരു കുറച്ച് വെള്ളവും അതുപോലെ കാരക്കയും ഉണ്ടായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഇബ്രാഹിം നബിയെ എന്ന് ചോദിച്ചിട്ട് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ എനിക്ക് അള്ളാഹു തആല തരും, ആ തരുമെന്നുള്ളൊരു വിശ്വാസം വന്നതോടുകൂടി മഹദിയായ ഹാജറ ബീവി അവിടെ നിന്നു, അവിടെ കഴിച്ചുകൂടാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അന്ന് തുടങ്ങിയ ആ വെള്ളത്തിൻ്റെ പ്രവാഹമാണ് ഇന്ന് മക്കയിൽ പോകുമ്പോൾ, ഇന്ന് കഅബത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്ന സംസം വെള്ളത്തിൻ്റെ ചരിത്രമെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു തആല എനിക്ക് തരുമെന്ന പ്രതീക്ഷയോടെ ആ ഒരു തവക്കുലോടുകൂടെ നിലകൊണ്ടപ്പോൾ ലോകാവസാനം വരെ അള്ളാഹു തആല അവിടെ ഉറവ പൊട്ടി പുറപ്പെടുവിച്ചു എന്നുള്ളത് ചരിത്രമാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹു തആല എനിക്ക് തരുമെന്ന പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അള്ളാഹു തആല കൊടുക്കാവുന്നതിലും അപ്പുറം അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം അള്ളാഹു തആല നമുക്ക് വാരിക്കോരി തരും. മനുഷ്യ സഹജമായൊരു ചിന്തയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞാൻ പള്ളിക്ക് കൊടുത്താൽ, ഞാൻ അല്ലെങ്കിൽ ഉദ്ഹിയത്തിൽ എന്തെങ്കിലും കൊടുത്താൽ എൻ്റെ കയ്യിൽ കുറഞ്ഞു പോകുമോ എന്നൊരു ഭയം മനുഷ്യ സഹജമാണ്. അങ്ങനെ മനുഷ്യ സഹജമായ ചിന്ത വന്നപ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, അൻഫിഖ് യാ ബിലാൽ, ഓ ബിലാൽ, അൻഫിഖ്, നിങ്ങൾ ചെലവഴിക്ക് ബിലാലേ, വലാ തഖ്ശ മിൻ ദിൽ അർശി ഖലാലാ, അൻഫിഖ് യാ ബിലാൽ, അൻഫിഖ് യാ ബിലാൽ, ബിലാലേ അങ്ങ് ചെലവഴിക്ക്. അല്ലാഹു തആല അങ്ങേക്ക് തന്ന, നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക. വലാ തഖ്ശ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. മിൻ ദിൽ അർശി ഖലാലാ, ഈ ലോകത്തിന്റെ ഖജനാവിന്റെ താക്കോല് മുഴുവനും കൈകളിലുള്ള പടച്ചവൻ, ഈ ലോകത്ത് ആർക്ക് എന്ത് എവിടെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന പടച്ചവൻ, നിങ്ങൾക്ക് കുറച്ച് കളയുമെന്ന ഭയം വേണ്ട ബിലാലേ. അൻഫിഖ് യാ ബിലാൽ വലാ തഖ്ശ, നിങ്ങൾ ഒരിക്കലും പേടിച്ചു പോകണ്ട. അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ പള്ളിക്ക് വേണ്ടി ചെലവഴിച്ചാൽ, അല്ലാഹു തആല നിങ്ങളോട് നിർബന്ധമാക്കിയ, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ പടച്ചവന് വേണ്ടി ചെലവഴിച്ചാൽ, ആ സമ്പത്തെല്ലാം തന്ന, ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനായ അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് കുറച്ച് കളയുമെന്ന്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിൽ നിന്ന് വലിച്ചു കളയുമെന്ന്, നിങ്ങളെ പാപ്പരനാക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട ബിലാലേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാകാം, നമ്മുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടാകാം, പക്ഷേ കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഉദ്ഹിയത്ത് അറുക്കാൻ തയ്യാറല്ല, പള്ളിയിലേക്ക് കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറല്ല. അള്ളാഹു തആല നമ്മുടെ സമ്പത്തിൽ എങ്ങനെയാണ് പിന്നെ ബറക്കത്ത് തരിക? ഈ ലോകത്ത് നിനക്ക് സമ്പത്ത് തന്നത് ഞാനാണ്, ഈ ലോകത്ത് നിനക്ക് എല്ലാം തന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിനോട് പടച്ചവനെ തരൂ തരൂ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് അള്ളാഹു തആല തന്നതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം. വെറുതെ ചെലവഴിക്കേണ്ട, പടച്ച റബ്ബിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഒരു തവക്കുലുണ്ടെങ്കിൽ ആ തവക്കുൽ കൊണ്ട് നമ്മൾ വിജയിച്ചു പോകും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
തബൂക്ക് യുദ്ധ സമയത്ത് വല്ലാത്തൊരു കടുത്ത പ്രതിസന്ധിയിലാണ്. കടുത്ത പ്രതിസന്ധി, കടുത്ത വേനൽക്കാലമാണ്. ഒരു വശത്ത് ദാരിദ്ര്യവും പട്ടിണിയുമാകുന്ന തബൂക്ക് യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ, ആ സമയത്തിൽ ഇസ്ലാമിക സൈന്യത്തെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ഈ കാണുന്ന സ്വഹാബാക്കളെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതെല്ലാം ഇസ്ലാമിലേക്ക് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം, നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സ്വഹാബാക്കളും വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. കുടിക്കാൻ വെള്ളമൊന്നുമില്ലാത്ത കടുത്ത വരണ്ട കാലഘട്ടത്തിൽ ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് അവിടുത്തെ സമ്പത്തിൻ്റെ പകുതി ഭാഗം എടുത്തുകൊണ്ടുവരികയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിച്ചു, ഏത് സംഗതി പറഞ്ഞാലും, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇപ്രാവശ്യം ഞാൻ വെട്ടിക്കും. കാരണം എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും എടുത്തുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുകയാണ്. അങ്ങനെ പകുതി സ്വത്തും എടുത്തുകൊണ്ട് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അവിടുന്ന് കുറച്ചൊരു പാണ്ടക്കെട്ട് കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് വെച്ചു. ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, മാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, ഓ അബൂബക്കറെ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ബാക്കി വച്ചിട്ടുള്ളത്? ആ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വലിയൊരു വാചകമുണ്ട്. ആ വാചകമാണ് ഈ തവക്കുലിൻ്റെ ഏറ്റവും കോർ പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലാഹു തആലയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ അടിവരയിടുന്ന വാക്കാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് മറുപടി പറയുന്നത്, അബ്ഖൈതു ലഹുമുല്ലാഹു വറസൂലുഹു, അബ്ഖൈതുമുല്ലാഹു വറസൂലുഹു. യാ റസൂലല്ലാഹ്, അങ്ങ് ചോദിച്ചല്ലോ എന്താണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബാക്കി വച്ചിട്ടുള്ളത് എന്ന്. അബ്ഖൈതു ലഹും, ഞാൻ അവർക്ക് വേണ്ടി ബാക്കി വച്ചിട്ടുള്ളത് അല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മാത്രമാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബാക്കി വച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എൻ്റെ സ്വത്തും സമ്പാദ്യവും മുഴുവനും അള്ളാഹിൻ്റെ റസൂലെ അങ്ങേക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നുണ്ട്, ഞാൻ തൻ്റെ സ്വത്തിൻ്റെ പകുതി കൊണ്ടുവന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വത്ത് മുഴുവനും കൊണ്ടുവന്ന് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറഞ്ഞു പോകുമെന്ന്, എൻ്റെ കുടുംബത്തിനൊന്നും ഇല്ലാതാകുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടോ? ആ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് അബ്ഖൈതു ലഹുമുല്ലാഹു വറസൂലുഹു, അബ്ഖൈതുമുല്ലാഹു വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലിനെയും അല്ലാഹുവിനെയും അല്ലാതെ എൻ്റെ കുടുംബത്തിന് ഞാനൊന്നും ബാക്കി വച്ചിട്ടില്ല, സർവ്വതും അല്ലാഹുവിന് വേണ്ടി ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾ ഓർക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമുണ്ട് ഈ മിമ്പറിൽ നിന്നുകൊണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓർക്കുന്ന ഒരു നാമമുണ്ട്, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അലാ തഹ്ദീഖ് അബൂബക്കർ സിദ്ദീഖ്. ഈ ലോകത്തെ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാ? ആ മനുഷ്യന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് നബിമാര് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയത്? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അത്രമേൽ സ്നേഹിച്ച് എല്ലാം പടച്ചറപ്പിലേക്ക് വേണ്ടി കൊടുക്കാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഉദ്ഹിയത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മുടെ കയ്യിൽ കുറഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് നമ്മൾ കൊടുക്കാതിരിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് കഴിവുണ്ട്, ഒരാൾക്ക് ഉദ്ഹിയത്ത് ഇറക്കാൻ കഴിവുണ്ട്, അങ്ങനെ കഴിവുള്ള ഒരാൾ വലം യുളഹ,
അവൻ ഉളുഹിയത്ത് അറുത്തിട്ടില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ എൻ്റെ കൂടെ നിസ്കരിക്കാൻ വരേണ്ട. അവൻ എൻ്റെ പള്ളിയിലേക്ക്, എൻ്റെ ഈദ്ഗാഹിലേക്ക് നിസ്കരിക്കാൻ ആ മനുഷ്യന് കടന്നു വരേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല നിനക്ക് കഴിവ് നൽകിയിട്ട് ഉളുഹിയത്തറുക്കാൻ, പെരുന്നാൾ ദിവസത്തിൽ ഉളുഹിയത്തറുക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നിനക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ, അള്ളാഹിൻ്റെ റസൂലാകുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന എൻ്റെ കൂടെ നിസ്കരിക്കാൻ നീ പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം എന്നുണ്ടെങ്കിൽ ആ ഉളുഹിയത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഉളുഹിയത്ത് അറുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൈസ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവരും ഉളുഹിയത്തിലേക്ക് കൊടുക്കുക. ഉളുഹിയത്തിൻ്റെ ഷെയർ 12,000 രൂപയാണ് എന്ന് കമ്മിറ്റി പലവട്ടം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചകളെല്ലാം നമ്മൾ പറഞ്ഞതുമാണ്. ഈ വരുന്ന മെയ് 20 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ, ആ മഹത്തായ സൽക്കർമ്മത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ, കഴിവുള്ളവരൊക്കെയും പങ്കുകൊള്ളുക. ആരും മാറി നിൽക്കേണ്ടതില്ല. ഒരു 12,000 രൂപയ്ക്ക് ഷെയർ മേടിക്കാൻ പറ്റും. ആ ഷെയർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉളുഹിയത്തിലുണ്ട്, അള്ളാഹുവിന് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന മനസ്സോടുകൂടെ കമ്മിറ്റിയുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ കബീർ ഉസ്താദുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു തആല നല്ല കാര്യങ്ങളിലേക്ക് അടുത്ത് വരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി മലികിൽ ജലീൽ അഹ്മദുഹു അലാ ഇഹ്സാനിൽ ജസീൽ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ശഹാദതൻ മുംദിയതൻ ഫീ യൗമിർ റഹീം വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു المنزل عليه الوحي والتنزيل صلى الله وسلم على سيدنا محمد وعلى آله صلاة وسلاما دائمين متلازمين إلى يوم المناقشة على التكفير والمدلين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله وفقا لما أمركم الله أن تنهوا عما نهاكم الله. واعلموا أن الدنيا دار رحيل ولا تكرهوا في هذه الدنيا فإن البقاء فيها مستحيل. وتزودوا بتقواكم فإن السفر طويل. وأكثروا ذكر الله وتلاوة القرآن بالترتيل والمنادي ينادي كل يوم يا عباد الله. الرحيل الرحيل هو الموت الذي ما فيه فوت ولا يعتقد ولا يقبل الله فيه الفداء ولا يرضى بديل. عباد الله أظنوا ضياعكم فإنها على الصراط مطايا عند الملك الجليل. وعظموا شعائر الله ربكم كي تفوزوا في يوم الفضل. وتجنبوا في ضياعكم العليم والبليغ كل ذات عين مديد. واختار السيمان وحسانا ألوان وكبد البدنة عن 7 والبقرة عن 7 والشاة النار كما علمه النبي بالهدي في يوم الرحيل. أطيع شعائر الله ومن يعظم شعائر الله فهو خير له إن الله تعالى في كماله عن المثيل. ومن يضلل له فقد عن سبيله. واتقوا الله وتقواه وفوزوا في يوم الرحيل يوم يعاقب بالخسران بالويل والعذاب. هنالك يقول المجرمون شر مقيل. قال النبي صلى الله عليه وسلم إذا دخل العشر وأراد بعضكم أن يغني فلا يمس من شعره وبشره شيئا. جعلنا الله وإياكم من الفائزين الآمنين وأدخلنا وإياكم
الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المحمود، وأشهد أن لا إله إلا الله الوحيد المحمود، وأشهد أن سيدنا محمدا عبده ورسوله أشرف مولود. صلى الله وسلم على سيدنا محمد وعلى وأيد بالمؤمنين من بعد إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده حسبا وقل إمام الشفيع أفضل البشر بعد الأنبياء على التحقيق أمير المؤمنين أبو بكر الصديق. اللهم مع الإمام المعظم في النسحاء منقذ المسجد والمنبر والمحراب أمير المؤمنين عمر بن الخطاب. حبيب الرحمن جامع القرآن أمير المؤمنين عثمان بن عفان. اللهم مظهر العدل